ഇന്ന് പെസഹ വ്യാഴം. ഈസ്റ്ററിന് തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച പെസഹ വ്യാഴം എന്ന വിശുദ്ധ ദിവസമായാണ് ക്രൈസ്തവർ ആഘോഷിക്കുന്നത്. വിശുദ്ധ ആഴ്ചയിലെ 5-ാം ദിവസമാണ് പെസഹ വ്യാഴം. യേശു തന്റെ അപ്പോസ്തലന്മാരുമൊത്തുള്ള അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മയ്ക്കായാണ് പെസഹ. കടന്നുപോകൽ എന്നാണ് പെസഹ എന്ന വാക്കിന് പിന്നിലെ അർത്ഥം. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും അപ്പവും വീഞ്ഞുമെന്ന രൂപത്തിൽ നൽകുന്ന ചടങ്ങ് തുടങ്ങിവെച്ചത് പെസഹ വ്യാഴാഴ്ചയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മോണ്ടി തേസ്ഡേ എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിന് മുമ്പ് 12 ശിഷ്യന്മാർക്കുമൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. വിശുദ്ധ ആഴ്ചയിലെ വിശുദ്ധ ബുധന് ശേഷവും ദുഃഖവെള്ളിക്കും മുൻപുമായി 5-ാം ദിവസമാണ് പെസഹ വ്യാഴം. ഈ ദിവസം ഓരോ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 12 പേരുടെ കാൽ കഴുകുന്ന ചടങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. ഈ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിൻ്റെ കഷ്ടാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കുന്നു. പെസഹ ആചരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള അപ്പമുറിക്കൽ ശുശ്രൂഷ വൈകുന്നേരം ദേവാലയങ്ങളിൽ നടക്കും. അന്ത്യാത്താഴ വിരുന്നിന്റെ ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി പെസഹ വ്യാഴത്തിൽ പെസഹ അപ്പം അഥവാ ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നു. ലോകത്തിന്റെ സകല പാപങ്ങളുടെയും മോചനത്തിനായി തന്റെ തിരുശരീര രക്തങ്ങൾ ശിഷ്യർക്ക് നൽകിയ യേശുക്രിസ്തു അന്ത്യ അത്താഴ സമയത്ത് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയ ശേഷം, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ഭക്ഷിപ്പിൻ എന്ന് പറഞ്ഞു എന്നതാണ് വിശ്വാസം.